ഈ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ക്ഷേത്രം സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രി ഭരണത്തലവൻ. അമ്പലങ്ങളും പള്ളികളെല്ലാം ഉൾക്കൊണ്ട ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നിലയ്ക്ക് അദ്ദേഹം ഒരു കാരണവശാലും ആ ക്ഷേത്രം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. പകരം അതിൻ്റെ ട്രസ്റ്റികളും തന്ത്രിമാരുമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്നാൽ ഇതിനോടനുബന്ധിച്ചാണെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്താം. അത് കേരളത്തിലും നടത്താറുണ്ട്. കെ കരുണാകരൻ ഏറ്റവും വിശ്വാസിയായിട്ടുള്ള കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അദ്ദേഹം ഒരമ്പലം ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അദ്ദേഹം ഉദ്ഘാടനത്തിന് വിളിച്ചവരോട് അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ശ്രീരാമൻ ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞൊരു വാചകത്തിന് വളരെ പ്രസക്തിയുണ്ട്. ശ്രീരാമൻ യാഗം നടത്തിയപ്പോൾ സീതനെ ഉപേക്ഷിച്ച കാലമായി. പക്ഷേ സീതയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാഗം നടത്തിയത്. ജീവിച്ചിരിപ്പുള്ള ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹം ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒട്ടും യോഗ്യനല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതിൽ പങ്കെടുക്കേണ്ടത് തന്നെയാണ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ നിലപാട്. അഖിലേന്ത്യാ നിലപാട് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം അഖിലേന്ത്യാ നേതൃത്വം കൈക്കൊള്ളും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും CPI കാണിക്കുന്ന പോലെ കോൺഗ്രസ്സിന് കാണിക്കാൻ വയ്യ. കാരണം അത് രണ്ടും വിശ്വാസമില്ലാത്തവരുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ എല്ലാ വിഭാഗക്കാരും വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാ വിഭാഗക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് യോജിച്ച തീരുമാനം പാർട്ടി എടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പിന്നെ ജനുവരി 22-ാം തീയതിയാണ്. ഇപ്പോഴേ ചാടിക്കയറി തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ മുന്നണി കാര്യങ്ങൾ ഒരുമിച്ച് നിർത്തണ്ട. ചിലർ പങ്കെടുക്കുന്നുണ്ട്, ചിലർ പങ്കെടുക്കുന്നുണ്ട്.